കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ശലോം. സുഖമായിരിക്കുന്നു. നിങ്ങളുടെ കൈകളിലേക്ക് ബൈബിൾ എടുക്കുക. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അമിത്ഥായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്തു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പൊയ്ക്കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്നു. നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. യോന എന്ന പേരിൻ്റെ അർത്ഥമെന്താണ്? പ്രാവ് എന്നാണ്. അത് സമാധാനത്തെ സൂചിപ്പിക്കുന്നു. യോനയുടെ പിതാവിൻ്റെ പേരെന്താണ്? അമിത്ഥ. അമിത്ഥ എന്ന പേരിൻ്റെ അർത്ഥമെന്താണ്? സത്യമെന്നാണ്. സത്യം ആർക്കാണ് ജന്മം കൊടുത്തത്? സമാധാനത്തിന്. അതായത് അമിത്ഥായുടെ മകൻ, അമിത്ഥയിൽ നിന്ന് ജനിച്ചവനായ മകനാണ് യോന. അതായത് അമിത്ഥ സത്യം, യോന സമാധാനം. അതായത് സത്യമില്ലാതെ സമാധാനം ഉണ്ടാവുകയില്ല. അമിത്ഥയെ കൂടാതെ യോന എങ്ങനെയാണോ ജനിക്കാതിരിക്കുന്നത്, അതുപോലെ സത്യത്തെ കൂടാതെ സമാധാനം എന്നത് ഒരിക്കലും സാധ്യമാവുകയില്ല. സത്യം, സമാധാനം, ഇത് ആരിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് ലഭിക്കുന്നത്. അതായത് ഞാനാണ് സത്യമെന്ന് പറഞ്ഞവൻ, അവൻ ആലോചന കർത്താവാണ്, സമാധാന പ്രഭുവാണ്. അതായത് സമാധാനത്തെ സൃഷ്ടിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യം കൂടാതെ സമാധാനം മനുഷ്യന് ലഭിക്കുകയില്ല. ഇന്നിവിടെ അങ്ങനെ പറയുന്ന ആരെങ്കിലുമുണ്ടോ? എനിക്ക് ശാന്തിയില്ല, എനിക്ക് സമാധാനം നഷ്ടമായിരിക്കുന്നു, സന്തോഷം നഷ്ടമായിരിക്കുന്നു, സ്വസ്ഥത നഷ്ടമായിരിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? ദയവിച്ചത് ശ്രദ്ധിക്കുക. സത്യം കൂടാതെ സമാധാനം ഉണ്ടാവുകയില്ല. സത്യം കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കൂടാതെ നിന്റെ ജീവിതത്തിൽ നീ ആശിക്കുന്നതായ സമാധാനവും ആശിക്കുന്ന ശാന്തിയും ആശിക്കുന്നതായ സന്തോഷവും കിട്ടില്ല. അതുകൊണ്ട് നമ്മിൽ എല്ലാ വ്യക്തികൾക്കും സത്യമുണ്ടായിരിക്കണം. അതായത് നമ്മിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. ക്രിസ്തുവിനെ കൂടെ അല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവം മത്സ്യങ്ങളെയും മറ്റ് ജലജീവികളെയും സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സമുദ്രത്തോട് സംസാരിച്ചെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെടികളെയും വൃക്ഷങ്ങളെയുമൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയോട് സംസാരിച്ചു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം തന്നോട് തന്നെ സംസാരിച്ചു. നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നോട് തന്നെ സംസാരിക്കാനിടയായി. അതായത് വെള്ളത്തിൽ നിന്ന് മത്സ്യങ്ങൾ, നിലത്തുനിന്ന് വൃക്ഷങ്ങൾ, ദൈവത്തിൽ നിന്നും മനുഷ്യനും ജനിച്ചു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുക. മത്സ്യത്തെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്താൽ എന്ത് സംഭവിക്കും? മത്സ്യം ചത്തുപോകും. ഭൂമിയിൽ നിന്നും വൃക്ഷത്തെ പറിച്ചു മാറ്റിയാൽ അത് ഉണങ്ങിപ്പോകും. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്തിയാലും മനുഷ്യനും നശിച്ചുപോകും. ഇന്ന് എത്രയോ ആളുകളുണ്ട് ദൈവത്തെ വിട്ടകന്ന്, അവൻ്റെ സന്നിധി വിട്ടകന്നിട്ട് അവൻ്റെ സത്യത്തെയും സമാധാനത്തെയും ഇല്ലാതായി. അവൻ നൽകുന്നതായ സമാധാനത്തെയും വിശുദ്ധിയെയും എല്ലാം വിട്ട് അകന്നുകൊണ്ട് പുറമേ ജീവനുണ്ട്, എന്നാൽ അന്തരംഗത്തിൽ അവരുടെ ആത്മീയതയിൽ മരിച്ചുപോയതായ അവസ്ഥയിൽ ജീവിക്കുന്നതായ എത്രയോ ആളുകളുണ്ട്. ചിന്തിക്കുക. നിനവെ പട്ടണക്കാരുടെ പാപം പെരുകി. അവർ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയാണ്. ദൈവത്തോട് ഭയവും ഭക്തിയുമില്ലാതെ ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനായി നഹൂം പ്രവാചകനെ ആദ്യം അയക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നഹൂം പ്രവാചകനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. നഹൂം പ്രവാചകൻ പോയി അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. കുലപാതകം ചെയ്യുന്ന പട്ടണമേ, നിനക്ക് കഷ്ടം. വ്യഭിചാരം ചെയ്യുന്ന പട്ടണമേ, നിനക്കു കഷ്ടം. വഞ്ചനയും ആഭിചാര പ്രവൃത്തികളും ചെയ്യുന്ന പട്ടണമേ,
നിനക്ക് കഷ്ടം. ഇങ്ങനെ നഹൂം പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. നഹൂം നിനവെ പട്ടണക്കാർക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോഴും അവർ അതൊന്നും വകവെച്ചിരുന്നില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ എത്ര വലിയ പാപിയാണെങ്കിലും അവനെ സ്നേഹിക്കുകയും അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് നിനവെ പട്ടണക്കാർ പാപം ചെയ്ത് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച് ദൈവത്തോട് ഭയവും ഭക്തിയുമില്ലാതെ ജീവിക്കുന്ന സമയത്ത് ദൈവം ആദ്യം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നു. നമ്മൾ സേവിക്കുന്ന ദൈവം വിശുദ്ധനാണ്. അവൻ വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവനാണ്. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. പാപം ചെയ്യുന്ന മനുഷ്യന് ലഭിക്കുന്നത് നരകമാണ്. ആ നരകത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കുവാനായിട്ട് അവനോട് ക്ഷമിക്കുവാൻ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തുകൊണ്ടെന്നാൽ പാപികളായിരുന്ന നമ്മെ അവൻ പ്രാണനെപ്പോലെ സ്നേഹിച്ചു. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ തന്നെ, നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് നൽകാനിടയായി. അതായത് നമ്മൾ ബലഹീനരായിരുന്നപ്പോഴും ദൈവത്തോട് ശത്രുത ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ പാപത്തിൽ ജീവിച്ച് വന്നതായ സമയത്തും ദൈവം നമ്മെ പ്രാണനെപ്പോലെ സ്നേഹിച്ചു. അതുകൊണ്ട് എന്തു ചെയ്തു? തൻ്റെ പ്രിയപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ എനിക്കും നിങ്ങൾക്കും പകരമായി നമുക്കായി മരിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ? എന്നെ, എൻ്റെ പാപപ്രവൃത്തികളെ, എൻ്റെ തെറ്റുകളെ ഒക്കെ കണ്ടതായ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ എന്നെ കണ്ട് വെറുക്കുകയാണ് എന്ന് പറയുന്ന ആരെങ്കിലുമുണ്ടോ? എന്നാൽ ഓർക്കുക, കർത്താവായ യേശുക്രിസ്തു നീ എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നെങ്കിലും, നീ അധപ്പതിച്ചാലും നീ വീണുപോയാലും നിന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നു. നീ ഒരു അവസരം കൊടുത്താൽ മതി, നിന്റെ ജീവിതത്തെ അവൻ മാറ്റിയെടുക്കും. നിന്റെ പാപം ക്ഷമിച്ച് നിന്നെ ശുദ്ധീകരിക്കും. ആ അവസരം നിനവെ പട്ടണക്കാർക്ക് കൊടുക്കുവാനായിട്ട് ആദ്യം നഹൂമിനെ അയച്ചു. അവർ വാക്കുകേട്ടില്ല. ഇപ്പോൾ യോനയോട് പറയുകയാണ്, പോവുക, നിനവെ പട്ടണത്തിൽ ചെന്നിട്ട് പറയണം, നിങ്ങളുടെ പാപം നിമിത്തം ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നു. ഒരുപക്ഷെ അവർ അത് കേട്ടിട്ട് അനുതപിക്കുമായിരിക്കും. അവർ മാനസാന്തരപ്പെടുമായിരിക്കും. അവരുടെ ജീവിതരീതി മാറ്റിയെടുക്കുമായിരിക്കും. യോന, പുറപ്പെടുക. യോനയ്ക്ക് ആ സത്യമറിയാം. ഏതു സത്യമാണ്? പാപം ചെയ്യുന്ന സകല വ്യക്തികളെയും ദൈവം ശിക്ഷിക്കും. എന്നാൽ തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഈ സത്യം അറിയാവുന്ന യോന ആ സത്യത്തെ തൻ്റെ മനസ്സിൽ, തൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിനവെ പട്ടണത്തിലേക്ക് പോകാതെ തർശീശ് പട്ടണത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളിലും സത്യമുണ്ട്. യേശുക്രിസ്തു ജീവിക്കുന്നു. ആ സത്യത്തിൽ കൂടിയാണ് നമുക്ക് സമാധാനം ലഭിച്ചത്. നിനക്ക് സന്തോഷത്തെ നൽകിയ ദൈവം, നിനക്ക് സമാധാനത്തെ നൽകിയ ദൈവം, ആ ദൈവത്തെക്കുറിച്ചുള്ളതായ സത്യത്തെ ലോകത്തോട് പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോട് ദൈവം കൽപ്പിക്കുകയാണ്. യോന, നിനക്കറിയാവുന്ന സത്യം മറച്ചുവെക്കരുത്. നിനക്കറിയാവുന്ന സത്യം പറയുക. അന്ന് ഏത് ദൈവമായിരുന്നോ യോനയോട് യോനയ്ക്കറിയാവുന്ന സത്യത്തെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞത്, അതേ ദൈവം തന്നെ ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളോടും കൽപ്പിക്കുകയാണ്. നിനക്കൊരു സത്യമറിയാം. നിങ്ങൾക്ക് സുവിശേഷം അറിയാം. നശിച്ചു പോകുന്ന മനുഷ്യനെ ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് അറിയാം. അവരോട് ക്ഷമിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ എന്തു ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം. അറിയാവുന്ന ഈ സത്യത്തെ നിങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കരുത്. ഒരുവൻ വിളക്ക് കത്തിച്ചിട്ട് അത് കട്ടിലിൻ്റെ കീഴിലോ പറയുടെ കീഴിലോ വയ്ക്കുകയില്ല. മറിച്ച് അനേകർക്ക് പ്രകാശം ലഭിക്കേണ്ടതിനു വേണ്ടി അത് തണ്ടിന്മേൽ വയ്ക്കും. പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രകാശിപ്പിച്ചു. ഒരു കാലത്ത് നമ്മൾ ഇരുട്ടിൽ ജീവിച്ചവരാണ്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്തവരാണ്. ഇരുളിൽ മൂടപ്പെട്ട് ജീവിച്ചവരാണ്. പിശാചുമായി കൈകോർത്തുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ നമ്മൾ അനുസരിച്ചവരാണ്. എന്നാൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തി. നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായി മാറി, പുരോഹിത വർഗമാക്കി മാറ്റി, അവൻ്റെ സ്വന്തം ജനമാക്കി മാറ്റി.
ലോകത്തിന് അവൻ്റെ സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കും എന്നുള്ളതായ വിശ്വാസത്തോടുകൂടി. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സത്യമറിയാവുന്ന നമ്മൾ മൗനമായിരുന്നാൽ അത് ദൈവഹിതമാണോ, ദൈവഹിതത്തിന് എതിരാണോ? നിങ്ങൾ തന്നെ പറയണം. സത്യം അറിയാവുന്നവരായ നമ്മൾ സത്യം പറയാതെ മൗനമായിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ദൈവം സന്തോഷിക്കുകയാണോ, ദൈവം ദുഃഖിക്കുകയാണോ? നിശ്ചയമായും ദൈവം ദുഃഖിക്കുകയാണ്. അന്ന് യോന ദൈവത്തെ ദുഃഖിപ്പിച്ചു. പോകാൻ പറഞ്ഞ ഇടത്തേക്ക് പോകാതെ അവൻ തെറ്റു ചെയ്യാനിടയായി. ഭയം കൂടാതെ അനുസരണക്കേട് കാണിച്ചു. നീ പറഞ്ഞാലുടനെ ഞാൻ പോകണമോ? പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന രീതിയിൽ ജീവിച്ചു. പ്രിയ സഹോദര സഹോദരി, അനുസരണക്കേട് അത് അപകടമാണ്. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അനുസരണക്കേട് അപകടകരമാണ്. പാപം അപകടകരമാണ്. മറന്നുപോകരുത്. എന്തു സംഭവിക്കും, സത്യം പറയാതിരുന്നാൽ എന്തു പറ്റും എന്ന രീതിയിലുള്ളതായ അനുസരണക്കേട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? യോന ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുവാനിടയായി. എപ്പോഴാണോ യോന ദൈവത്തിൻ്റെ വിളിയെ കളഞ്ഞ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ വകവയ്ക്കാതെ മറുതലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടതിന് പകരമായി, ദൈവത്തിൻ്റെ സത്യത്തെ അറിയിക്കേണ്ടതിന് പകരമായി, ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കേണ്ടതിന് പകരമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിട്ടുകൊണ്ട് ദൈവം കൊടുത്തതായ സാക്ഷ്യത്തെയൊക്കെ കളഞ്ഞിട്ട് എവിടേക്കോ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് താൻ അപകടത്തിൽപ്പെടുന്നു. ദൈവച്ചത് ശ്രദ്ധിക്കുക. തെറ്റ് ചെയ്യുന്ന ആളുകളും പാപം ചെയ്യുന്ന ആളുകളും അവർ മാത്രമല്ല അപകടത്തിൽപ്പെടുന്നത്, തൻ്റെ ചുറ്റും ഉള്ളതായ ആളുകളെയും അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. ഉദാഹരണത്തിന്, മദ്യപാനിയായ ഭർത്താവുണ്ടെന്നിരിക്കട്ടെ. മദ്യപാനിയായ ഭർത്താവ് മുഖാന്തരം വീട്ടിലുള്ളവർക്കൊരു നരകജീവിതമല്ലേ? ഒരു ദിവസം ഞാൻ നമ്മുടെ കാൽവെട്ടുമുള്ള ഒരു ബ്രാഞ്ച് ചർച്ചിൽ പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ ഭാര്യയും ഭർത്താവ് 3 കുട്ടികളുമുണ്ട്. അവർ വന്നു. ദേവദാസ, പ്രാർത്ഥിക്കണം, ഞങ്ങൾ 5 പേർക്കും ആരോഗ്യസ്ഥിതി മോശമാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 5 പേർക്കും ആരോഗ്യസ്ഥിതി മോശമാണോ? എന്തു സംഭവിച്ചു? ദേവദാസ, എനിക്കും എൻ്റെ ഭർത്താവിനും എയ്ഡ്സാണ്. അപ്പോൾ കുട്ടികൾക്കോ? അവർക്കും എയ്ഡ്സ് രോഗം പിടിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണിത് വന്നത്? അപ്പോഴാ ഭാര്യ കണ്ണുനീരോടുകൂടി പറയുകയാണ്, എൻ്റെ ഭർത്താവിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ദുർനടപ്പിൽ ജീവിക്കരുത്, എൻ്റെ വാക്ക് കേൾക്കണം, അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ അപേക്ഷിച്ചിട്ടും എൻ്റെ വാക്കുകൾ കേട്ടിരുന്നില്ല. എവിടെയൊക്കെയോ പോയി വരുമായിരുന്നു, ആരുടെയൊക്കെ അരികിലോ പോയി വരുമായിരുന്നു. അങ്ങനെ അയാൾ ജീവിച്ചിട്ട് പിന്നീട് ഞാനുമായി ചിലവഴിക്കുകയും 3 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ജനിക്കുകയും ചെയ്തു. ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ ഒരു പ്രാവശ്യം ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് എയ്ഡ്സ് രോഗമാണെന്ന്. നിങ്ങൾക്ക് എയ്ഡ്സ് രോഗമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒരു പ്രാവശ്യം നിങ്ങളുടെ ഭാര്യയെ കൂടെ പരിശോധിപ്പിക്കുക. അപ്പോഴവൾക്കും എയ്ഡ്സ് ആണെന്ന് തെളിഞ്ഞു. ഹൃദയം നിലച്ചതുപോലെ തോന്നി. സഹോദരി, നിങ്ങൾക്കും ഭർത്താവിന് എയ്ഡ്സ് ആണല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടി കാര്യം നോക്കുക, അവർക്കും എയ്ഡ്സ് വ്യാപിച്ചിരിക്കുന്നു. ഭർത്താവ് തെറ്റു ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്കത് അപകടമാകില്ലേ? ഒരു നിമിഷം ചിന്തിക്കുക. പലപ്പോഴും ഭർത്താക്കന്മാർ പറയുന്നുണ്ട്, ഞാൻ കുടിക്കും, നിങ്ങൾക്കെന്താണ് അതിൻ്റെ പ്രശ്നം? ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, നിങ്ങൾക്കെന്ത് പ്രശ്നം? നിങ്ങൾ മദ്യപിച്ച് ഇഷ്ടമുള്ളതുപോലെ നടന്നാൽ കുട്ടികളുടെ കാര്യം ആര് നോക്കും? കുടുംബത്തിലെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? എൻ്റെ ജീവിതമാണ്, എൻ്റെ സമ്പാദ്യമാണ്, ഞാൻ കൂട്ടുകൂടി നടക്കുന്നതാണ്. എങ്കിൽ പിന്നെ എന്തിന് കല്യാണം കഴിച്ചു? നിന്നെപ്പോലെയുള്ളവർക്ക് ഭാര്യ എന്തിന്? നിന്നെപ്പോലെയുള്ളവർക്ക് കുട്ടികൾ എന്തിനാണ്? കടമയും ഉത്തരവാദിത്വം ഒന്നും അറിയാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു വ്യക്തി, അത് ഭർത്താവായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഭാര്യ ആയിക്കൊള്ളട്ടെ, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുന്നുവെങ്കിൽ അത് കുടുംബത്തിന് മൊത്തം കഷ്ടകരമായിരിക്കും. ആദമും ഹൗവയും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എന്താണ് ലഭിച്ചത്? മരണം ലഭിച്ചു. കയീൻ പാപം ചെയ്തിട്ട് എന്താണ് നേടിയെടുത്തത്? ശാപത്തെ വരുത്തിവെച്ചു. ദാവീദ് വ്യഭിചാരം ചെയ്യാനിടയായി. അതുകൊണ്ട് എന്തു സംഭവിച്ചു?
4 ആൺമക്കളെ നഷ്ടമായി. ആഖാൻ ദൈവത്തിൻ്റെ സ്വത്തായിരിക്കുന്ന പൊന്നും വെള്ളിയുമൊക്കെ എടുത്തു വെച്ചു. എന്തു നേടി? അവസാനം തൻ്റെ കുടുംബത്തിലെ സകല വ്യക്തികൾക്ക് മരണം വരുത്തിവെച്ചു. ഗേഹസി ദൈവവേല ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മറവിൽ വഞ്ചന ചെയ്തു. എന്താണ് സംഭവിച്ചത്? തനിക്ക് കുഷ്ഠരോഗം പിടിപെടുകയും മാത്രമല്ല, തനിക്ക് ശേഷമുള്ള തലമുറകൾക്കുമെല്ലാം കുഷ്ഠരോഗം വരുത്തിവെക്കുകയും ചെയ്യാനിടയായി. ഒരുവൻ പാപം ചെയ്തുകൊണ്ട് ഞാൻ മാത്രമാണ് പാപം ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് കുറ്റം, എൻ്റെ കുട്ടികൾക്ക് ആർക്കാണ് പ്രശ്നമെന്ന് ചോദിക്കരുത്. നീ ചെയ്യുന്നതായ തെറ്റുകൾ കൊണ്ട് ഒരു മരക്കൊമ്പ് പിടിച്ച് കുലുക്കുകയാണെങ്കിൽ, ഒരു കൊമ്പ് പിടിച്ച് കുലുക്കിയാൽ ആ മരക്കൊമ്പ് മാത്രമാണോ ചലിക്കുന്നത്, അതോ അതിൽ നിൽക്കുന്നതായ ഇലകളും കുലുങ്ങുകയില്ലേ? കായ്കൾ വീഴുകയില്ലേ? ഇപ്പോൾ ഞാനിത് പിടിച്ച് കുലുക്കുന്നു. ഞാനിങ്ങനെ കുലുക്കുമ്പോൾ ഇത് മുഴുവൻ കുലുങ്ങുന്നില്ലേ? ഇപ്പോഴെല്ലാം ഒരുമിച്ച് കുലുങ്ങുന്നില്ലേ? അതിൻ്റെ അർത്ഥമെന്താണ്? നീ നിന്റെ കുടുംബത്തിൽ ഒരുപക്ഷേ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ തന്മൂലം നീ കുടുംബത്തിന് കഷ്ടത, നഷ്ടം വരുത്തിവെക്കുകയാണ്. ഈ സത്യത്തെ മറക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. ആ കാലത്ത് യോന ദൈവത്തിന് ഹിതം അനുസരിച്ചുകൊണ്ട് വേല ചെയ്യുകയില്ല, അവനെ അനുസരിക്കുകയില്ലെന്ന് പറഞ്ഞു. സാക്ഷ്യം പറയാൻ മടി കാണിച്ചു. സമൂഹത്തിന് സുവിശേഷം അറിയിക്കുവാനായി മടി കാണിച്ചു. തനിഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുത്തു. എന്താണ് സംഭവിച്ചത്? ദാസനായവൻ, പ്രസംഗിക്കേണ്ടിയിരിക്കുന്നവൻ, ശുശ്രൂഷ ചെയ്യേണ്ടിയിരിക്കുന്നവൻ ഓടിപ്പോവുകയാണ്. ഓടിപ്പോകരുത്. പ്രിയ സഹോദര, സഹോദരി, ദൈവം നിങ്ങളൊരു കാര്യമേൽപ്പിച്ചുവോ? ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം തന്നുവോ? കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവേലയിൽ പങ്കുചേരാനുള്ള കൃപ തന്നുവോ? മഹാഭാഗ്യമാണ്. ചെയ്യേണ്ട ദൈവവേല ചെയ്യാതെ ഓടിപ്പോകുവാൻ ശ്രമിച്ചു. അങ്ങനെ ഓടിപ്പോയതായ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. അപകടം വരുത്തിവെക്കുകയാണ്. ആർക്കാണ് അപകടം വരുത്തിവെച്ചത്? മറ്റുള്ള പലർക്കും അപകടം വരുത്തിവെച്ചു. താൻ യാത്ര ചെയ്തതായ ആ കപ്പലിലുണ്ടായിരുന്ന സകല വ്യക്തികൾക്കും അത് അപകടമായി, ആപത്ത് വരുത്തിവെച്ചു. പ്രിയ സഹോദരി, സഹോദര, വിശുദ്ധിയോടെ ജീവിക്കേണ്ടവരായ നമ്മൾ, കർത്താവിൻ്റെ പൈതലായി ജീവിക്കേണ്ട നമ്മൾ, കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കേണ്ടവരായ നമ്മൾ, കർത്താവ് കാണുന്നുവെന്ന് അറിഞ്ഞിട്ടും, നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളതായ വല്ലാത്ത ഒരു ധൈര്യത്തോടുകൂടി നിഗളിച്ച് തെറ്റു ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആപത്ത് വരും. നിന്റെ കുടുംബത്തിന് അത് ആപത്തായിരിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ യോനയുടെ പുസ്തകം പരിശോധിച്ചാൽ, യോന ചെയ്തതായ തെറ്റുകൊണ്ട്, യോനയുടെ അനുസരണക്കേടുകൊണ്ട് സമുദ്രം ശാന്തമായി കിടന്നതായ സമുദ്രം പിന്നീട് ശാന്തത നഷ്ടപ്പെടാനിടയായി. സുഗമമായി യാത്ര ചെയ്തു പോകുന്നതായ ആ കപ്പൽ അപകടത്തിൽപ്പെടുവാനിടയായി. സുഗമമായി യാത്ര ചെയ്തതായ ആളുകൾക്ക് അപകടം വരുവാനിടയായി. എന്താണ് മനസ്സിലാക്കുന്നത്? നീ തെറ്റു ചെയ്യുമ്പോൾ നിന്നോട് കൂടിക്കലർന്ന് നിൽക്കുന്നവർക്കൊക്കെയും അപകടം വരികയാണ്. ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കേണ്ടിയിരിക്കുന്ന നീ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയാണെങ്കിൽ, അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്താൽ, കേൾക്കുക, നിന്റെ കുടുംബം ആപത്തിൽപ്പെടുകയാണ്. നിന്റെ മക്കളുടെ ജീവിതം അപകടകരമാവുകയാണ്. അവരുടെ ഭാവി നശിച്ചു പോവുകയാണ്. നിന്റെ ജോലി അപകടത്തിലാവുകയാണ്. കേൾക്കുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ? ഞാൻ തെറ്റു ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ, ഒരുമിച്ച് നടന്നാൽ എന്തു സംഭവിക്കും? മറ്റൊരു പയ്യനുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചാൽ എന്തു സംഭവിക്കും? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് ഉള്ളതായ സമൂഹത്തിൽ ഇതൊക്കെ പൊതുവായ കാര്യമല്ലേ? മദ്യപിച്ചാൽ എന്തു സംഭവിക്കും? ഇതൊക്കെ സമൂഹത്തിൽ ഉള്ള കാര്യമല്ലേ? എന്ന് വേണമെങ്കിൽ നിനക്ക് സമർത്ഥിക്കാം. എന്നാൽ കേൾക്കൂ, നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചതിൻ്റെ ശേഷം, ദൈവ പൈതലായിട്ട് നിന്നെ തന്നെ നീ സമർപ്പിച്ചതിൻ്റെ ശേഷം, നീ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നിശ്ചയമായും ദൈവം നിന്നെ ശിക്ഷിക്കും. ഭർത്താവ് പാപം ചെയ്യുന്നവനാണെങ്കിൽ കുടുംബം അപകടത്തിൽപ്പെടില്ലേ? കുടുംബജീവിതം നശിച്ചു പോകില്ലേ? ഭാര്യയും ഭർത്താവും പരസ്പരം ഐക്യതയോടെ സ്നേഹത്തോടെ ജീവിച്ചില്ല എങ്കിൽ അവരുടെ കുടുംബം അപകടത്തിൽപ്പെടുകയല്ലേ? ജോലി ചെയ്യുന്നയിടത്ത് നിന്റെ ഇഷ്ടപ്രകാരം നീ കാര്യങ്ങൾ ചെയ്താൽ നിന്റെ ജോലി അപകടത്തിൽപ്പെടില്ലേ? വ്യാപാരം ചെയ്യുന്ന നീ നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് വ്യാപാരം ചെയ്താൽ നീ ചെയ്യുന്ന വ്യാപാരം അപകടത്തിൽപ്പെടില്ലേ?
ഒരു നിമിഷം ചിന്തിക്കുക. ദൈവം നിനക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. എന്നാൽ നീ നിന്റെ ആരോഗ്യത്തെ ആസ്പദമാക്കി അനാവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ നിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയില്ലേ? മനോഹരമായ ദൈവവേല ദൈവം നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് തന്നിരിക്കുന്ന ദൈവവേല നീ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ചെയ്യാതെ നീ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നീ ചെയ്യുന്നതായ ശുശ്രൂഷ നിനക്ക് അപകടകരമായ രീതിയിൽ മാറില്ലേ? ഒരു നിമിഷം ചിന്തിക്കുക. അതാണ് പറഞ്ഞത്, ആദമും ഹവ്വയും ചെയ്ത പാപം നമുക്കത് നാശമായി മാറി. ഏത് അപകടമാണ്? മരണത്തെ വരുത്തിവെച്ചു. കയീൻ ചെയ്തതായ പാപം നാശത്തെ വരുത്തിവെച്ചു. ഗേഹസി ചെയ്തതായ പാപം നിമിത്തം തന്റെ പിന്നീടുള്ള തലമുറകൾക്കെല്ലാം കുഷ്ഠരോഗമുണ്ടായി. ആഖാൻ ചെയ്ത പാപനിമിത്തം തന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം മരണശിക്ഷയായി തീർന്നു. ദാവീദ് ചെയ്തതായ പാപം നിമിത്തം അതിന്റെ ഫലമായി 4 മക്കളെ അവന് നഷ്ടമായി. ദാവീദിന്റെ ജീവിതകാലമൊക്കെയും താൻ ചെയ്ത ഒരു തെറ്റുനിമിത്തം ദൈവിക സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കാനിടയായി. അതുകൊണ്ട് സഭയെ ഒരു നിമിഷം ചിന്തിക്കുക. യോന ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് അവൻ അപകടകാരിയായ വ്യക്തിയായിട്ട് മാറി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളിൽ ഏത് വ്യക്തിയാണെങ്കിലും ശരി, ദൈവം നൽകിയിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിൽ നിന്ന്, ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്ന്, ദൈവം നൽകിയിരിക്കുന്ന വലിയ സന്തോഷത്തിൽ നിന്ന് നീ അകന്നു പോവുകയാണെങ്കിൽ നീ അറിയാതെ തന്നെ നിനക്ക് അപകടകരമായ ഒരു ജീവിതത്തിലേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. ആപത്തിനെ നേരിടാൻ പോവുകയാണ്. നീ തന്നെ അപകടകാരിയായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പോവുകയാണ്. ജാഗ്രത. ശാന്തമായി കിടന്നതായ സമുദ്രം അപകടകരമായി മാറി. സുഗമമായി പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര അപകടം നിറയാനിടയായി. സമാധാനത്തോടെ യാത്ര ചെയ്തു വന്ന ജനം സമാധാനമില്ലാതായി. അതിൻ്റെ അർത്ഥമെന്താണ്? യോന ചെയ്തതായ പ്രവൃത്തി നിമിത്തം താനൊരു വലിയ അപകടകാരിയായ വ്യക്തിയായി മാറി എന്ന വാസ്തവം മറക്കരുത്. അതിനുശേഷം നമുക്ക് നോക്കാം, 3-ാമത്തെ വാക്യം കൂടി വായിക്കാം. നിനവിലേക്ക് ചെന്നവർക്ക് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ എന്ന് മലയാളത്തിൽ ഉണ്ട്, എന്നാൽ ഇംഗ്ലീഷിൽ ബട്ട് എന്നാണ്. ബട്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നാണ് അതിൻ്റെയും അർത്ഥം. ഏതെങ്കിലും ഒരു വിഷയം രേഖപ്പെടുത്തിയതിന് ശേഷം അവസാനം എന്നാൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിനെതിരായി ചെയ്തു എന്നാണ് അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം എന്താണ് പറഞ്ഞത്? നിനവേ പട്ടണക്കാരുടെ പാപം പെരുകിയിരിക്കുന്നു, അവർക്ക് ദുസ്ഥിതി വരാൻ പോകുന്നു, ഞാനവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. ഈയൊരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുക, പോവുക. ഇങ്ങനെ ദൈവം പറഞ്ഞപ്പോൾ എന്നാൽ യോന പോയില്ല. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മിലും ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ എന്നാൽ എന്ന് പറയുന്ന കാര്യം ഉണ്ട്. മനസ്സിലാക്കണം. നീ ദൈവസന്നിധിയിൽ വരുന്നു, വചനം കേൾക്കുന്നു, ദൈവവേലയിൽ ഭാഗവാക്കാകുന്നു, കുടുംബ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, സുവിശേഷം ദാനം ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല കാര്യമാണ്. എന്നാൽ എന്താണ്? അതാണ് പ്രധാനം. എന്നാലിൻ്റെ ശേഷം എന്താണ്? അതാണ് നമുക്ക് അപകടകരമായി തീരുന്നത്. എല്ലാം നന്നായിരിക്കുന്നു, എന്നാൽ പക്ഷേ ഏതു വിഷയത്തിലാണ് നമ്മൾ ഈ ഒരു അനുഭവത്തിലുള്ളത്? വചനം കേട്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല ബ്രദർ, എന്നാൽ അതിനുശേഷം വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ സെൽഫോൺ കയ്യിലെടുത്താൽ പിന്നെ എന്തു പറ്റും? ആത്മീയത നഷ്ടപ്പെടുകയാണ്. ആലയത്തിൽ ഒരു കുഴപ്പവുമില്ല ബ്രദർ, എന്നാൽ സെൽഫോൺ കയ്യിലെടുത്താൽ പിന്നെ എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആത്മീയതയിൽ ജീവിക്കുന്നുണ്ട്, എന്നാൽ ആ പയ്യൻ ഫോൺ ചെയ്താൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ പിന്നെ എനിക്ക് സ്വസ്ഥത നഷ്ടപ്പെടുന്നു. എൻ്റെ ഫ്രണ്ട്സ് വന്നാൽ പിന്നെ അവരെനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വരെ ഒരു കുഴപ്പവുമില്ല ബ്രദർ. എന്നാൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് എന്നാൽ എന്ന് നീ പറയുന്നത്, അത് നിന്റെ ജീവിതത്തെ ശൂന്യമാക്കാനിടയാകും. സൂക്ഷിക്കുക. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ശ്രേഷ്ഠമായ സന്ദേശത്തിൽ കൂടി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. കൽപ്പന അനുസരിക്കാതിരിക്കുന്നത് പാപമാണ്. കർത്താവേ, ഏത് വിഷയത്തിലാണോ നീ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞത്, അതും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല കർത്താവേ. എന്താണോ വേണ്ട എന്ന് പറഞ്ഞത്, ഏതാണോ അരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞത്,
അതിനെ ഒരിക്കലും പിന്തുടരുവാൻ പാടില്ല. കർത്താവേ, വിശുദ്ധിയോടെ ജീവിക്കുകയാണെങ്കിൽ ബലഹീനനാണെങ്കിലും അവൻ ബലവാനായി മാറും. എന്നാൽ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ബലവാൻ പിന്നെ ബലഹീനനായി തീരും. കർത്താവേ, പാപം ചെയ്തിട്ട് രക്ഷപ്പെടുവാൻ കഴിയുന്നവനായ ഒരു വ്യക്തി പോലും ഈ ലോകത്ത് ഇല്ല എന്നതാണ് സത്യം. ഞങ്ങൾക്കും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതുകൊണ്ട് ദൈവമേ, ഞങ്ങളെ ഉള്ളതുപോലെ തന്നെ നിന്റെ ശ്രേഷ്ഠമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ്, ഞങ്ങളോട് ക്ഷമിക്കണമേ. എവിടെയൊക്കെയാണോ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉള്ളത്, പാപം ചെയ്യാനിടയാകുന്നത്, ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ശക്തമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാദം മുതൽ ശിരസ്സു വരെയും നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.